ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 88. വൈശു, എടി വൈശു കൊച്ചേ. ബോണ്ട അവളുടെ കൈ തുടക്കിട്ട് രണ്ട് കൊടുത്തപ്പോഴാണ് വൈശാഖി ഞെട്ടിക്കൊണ്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. മുത്തശ്ശി, ദേവേട്ടൻ എനിക്ക് വേണ്ടിയാണെന്ന് അവൾ എന്തൊക്കെയോ പത്മാവതിയോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് കരച്ചിൽ വന്നിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളുടെ അർത്ഥം താൻ ഉദ്ദേശിച്ച തന്നെയാണോ എന്നുള്ള ചിന്ത. രണ്ടാമത് ഇടരുതെന്ന് പറഞ്ഞ ധാവണി താൻ ഇട്ടതിൻ്റെ പേരിൽ മഹാദേവനിൽ നിന്നും വഴക്കുകൾ കേൾക്കേണ്ടി വരുമോ എന്നുള്ള പേടി. അതിലൊക്കെ ഉപരി സിദ്ധാർത്ഥൻ്റെ കൂടെ താൻ ഡാൻസ് കളിച്ചു എന്നത് ദേവനിൽ സംശയമുണ്ടാക്കിയോ എന്നുള്ള പേടി. അതിലും കൂടുതൽ വൈശാഖിയെ സങ്കടപ്പെടുത്തിയതും ഞെട്ടിച്ചതും അവൻ പറഞ്ഞിട്ട് പോയ മറ്റൊരു കാര്യമായിരുന്നു. താനിവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് മഹാദേവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളത്. പേടിയും സങ്കടവും പരിഭവവും എല്ലാം കൂടി കൂടിച്ചേർന്നൊരു വികാരം അവളിലപ്പോൾ പെട്ടെന്ന് ഉടലെടുത്തു. സാറിനെ കാണാതെ ഇവിടെ കിടന്ന് താൻ സങ്കടപ്പെട്ടതും കരഞ്ഞതും ഒന്നും സാറിന് അറിയത്തില്ലല്ലോ. ഇന്നലെ രാത്രി തൊട്ട് ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി കൊതിച്ചതും സാറിനറിയില്ല. കൂനിൽമേ കുരു എന്നതുപോലെ ഇന്ന് രാവിലെ തൊട്ട് തൻ്റെ ഫോണും ചീത്തയായി. സാറ് വരുന്നത് വരെ സാറിനോട് മിണ്ടണമെന്നുള്ള മുത്തശ്ശിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളത് കാരണം ലക്ഷ്മി അമ്മയോട് ഫോണ് ചോദിക്കാനും മടി തോന്നി. വൈശുവിന് കരച്ചിൽ വന്നു. എടി വൈശു കൊച്ചെ, നിന്റെ കണവൻ ചാടിത്തുള്ളി കുതിര പോണതുപോലെ പോകുന്ന കണ്ടല്ലോ. ഞാൻ വിളിച്ചിട്ട് മുഖം കയറ്റി വെച്ചോണ്ട് ഒരൊറ്റ പാക്ക്. എന്തോ പറ്റി? പത്മാവതി അവളുടെ സങ്കടം നീങ്ങിയ മുഖത്തേക്ക് നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. കാരണം തൻ്റെ കൊച്ചുമക്കൾക്കിടയിൽ എന്തോ നടന്നെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. വൈശാഖി ഒന്നും മിണ്ടിയില്ല. അവൾക്ക് സംസാരിക്കാൻ ഒച്ച പൊങ്ങിയില്ല എന്ന് പറയുന്നതാവും ശരി. ഇപ്പോൾ നീ ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യ്, സമയം കളയാതെ അവൻ്റെ പുറകെ ചെല്ലാൻ നോക്ക്. അവൻ നിന്നെ ആട്ടി ഓടിച്ചാലും നിന്നോട് ദേഷ്യപ്പെട്ടാലും അള്ളി അങ്ങ് പിടിച്ചു നിന്നോണം. ഒന്ന് കൂടെ നിന്നാൽ മതിയടി കൊച്ചേ, അവൻ്റെ ഈ ദേഷ്യമൊക്കെ മാറാൻ. പത്മാവതി അവളുടെ കവളിൽ പിടിച്ച് രണ്ട് വലി കൊടുത്തിട്ട് കണ്ണിറുക്കി കാട്ടി. അത്രയും നേരം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിടത്ത് തന്നെ നിന്നു പോയവൾക്ക് പത്മാവതിയുടെ സംസാരം കൊള്ളിയിടത്ത് തന്നെ കൊണ്ടു. എങ്കിൽ പോട്ടെ മുത്തശ്ശി, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അവളിൽ പൊടുന്നതിനെ പ്രതീക്ഷയുണ്ടായി. പിന്നല്ലാതെ, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഇവിടെ കാട്ടിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒറ്റയാനെ നമ്മൾ ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുക്കുന്നു. പിന്നെ ആ മംഗലത്ത് മഹാദേവൻ. പത്മാവതി വളരെ സില്ലിയായിട്ട് പറഞ്ഞതും വൈശാഖിക്കും ചെറിയൊരു ധൈര്യമൊക്കെ വന്നു തുടങ്ങി. എന്നാൽ പോട്ടെ മുത്തശ്ശി, അവള് എൻട്രൻസിന് നേർക്ക് പോയി വാ കൊച്ചെ, എന്തേലും ഉണ്ടെങ്കിലേ ഞാനില്ലേ ഇവിടെ, പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തഴുകി പത്മം. ഇട്ടിരിക്കുന്ന പാവാടയൊരു തുമ്പ് കുറച്ചൊന്ന് പൊക്കി പിടിച്ചിട്ട് വൈശു ഓഡിറ്റോറിയത്തിന് എൻട്രൻസിന് നേർക്ക് ഓടി. ആൾക്കൂട്ടത്തിനിടയിൽ അവനെ തിരഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ ഓട്ടം. ഒടുവിൽ ഫംഗ്ഷൻ ഹാളിനുള്ളിൽ മഹാദേവൻ ഇല്ലെന്ന് കണ്ടതും അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി. ഫംഗ്ഷൻ ഹാളിന് മുൻപിലുള്ള ഗാർഡൻ്റെ അടുത്തും ഒക്കെ അവൾ തപ്പി നടന്നു. പക്ഷേ മഹാദേവനെ മാത്രം അവളെങ്ങും കണ്ടില്ല. ഒടുവിൽ സഹികെട്ട് സങ്കടത്തോടെ ഗേറ്റിൻ്റെ അടുക്കൽ കൂടി തിരിയാമെന്ന് വിചാരിച്ച് വൈശാഖി അങ്ങോട്ടേക്ക് ചെന്നു. ഗേറ്റിനപ്പുറം ബസ്സൊക്കെ പോകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ ഇറങ്ങാതെ ഗേറ്റിങ്ങിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവൾ റോഡിൻ്റെ ഇരുവശങ്ങളും നോക്കിയത് തന്നെ. പൊടുന്നനെയാണ് മഹാദേവനെ പോലെ ഒരാൾ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടു മുൻപിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഓട്ടോയിൽ കയറാൻ തുടങ്ങുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സർ, അതവനാണോ അല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് വൈശാഖി ഉച്ചത്തിൽ വിളിച്ചു. അവളുടെ ആഗ്രഹം പോലെ തന്നെ അത് മഹാദേവനായിരുന്നു. അവൻ ഒച്ച കേട്ടതും തിരിഞ്ഞു നോക്കി. സർ, ഞാനൂടെ. അവനെ കണ്ടുകിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പെണ്ണവൾ പരിസരം മറന്ന് വിളിച്ചു കൂവി. എന്നിട്ട് അവൻ്റെ നേർക്ക് റോഡ് മുറിച്ച് കടന്നുകൊണ്ട് ഓടിച്ചെല്ലുകയും ചെയ്തു. ഓട്ടോയിലേക്ക് കയറുവാനായി തുടങ്ങിയവൻ അവളെ കണ്ടതും ഒരു നിമിഷം റോഡിൽ തന്നെ തറഞ്ഞു നിന്നുപോയി. വൈശാഖി ഇങ്ങനെ തൻ്റെ പുറകെ ഓടി വരുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. സർ, ഞാനും വരുന്നു. അവൻ്റെ മുൻപിൽ ചെന്ന് അണച്ചു നിന്നു പെണ്ണ്. എന്തിനെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും മഹാദേവനിൽ നിന്നും ആ ചോദ്യം ഉണ്ടായില്ല. അവൻ ആ പെണ്ണിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കുറച്ചു നേരം നിന്നു. സർ, ഓട്ടം പോണെങ്കിൽ പറയ്, നേരെ ഒരുപാടായി.
എനിക്ക് വീട്ടിൽ പോകേണ്ടതാ. അവർ ഇരുവരുടെയും നിൽപ്പും ഭാവവും ഒക്കെ കണ്ടതും ഓട്ടോ ഡ്രൈവറിൻ്റെ ഒച്ച ഉയർന്നു. എൻ്റെ കൂടെങ്ങും ആരും വരണ്ട. ദേഷ്യത്തോടെ അവളുടെ നേർക്ക് നോക്കി മുരണ്ടിട്ട് ചെക്കൻ ഓട്ടോയിലേക്ക് ചാടിക്കയറിയിരുന്നു. ഞാനും വരുവോ സാർ? വൈശാഖിക്ക് അവൻ്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും പത്മാവതിയുടെ മോട്ടിവേഷൻ ക്ലാസ് ഓർമ്മയുള്ളതുകൊണ്ട് അവളും അതിലേക്ക് ചാടിക്കയറി. അവൾ സീറ്റിലേക്ക് കയറിയിരുന്നെന്ന് കണ്ടതും ഡ്രൈവർ പൊടുന്നനെ വണ്ടി മുന്നോട്ടേക്കെടുത്തു. മഹാദേവന് അവളെ ഇറക്കി വിടണമെന്ന് തോന്നിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. വണ്ടി മുന്നോട്ടേക്ക് നീങ്ങി. വണ്ടിക്കുള്ളിൽ കനത്ത മൗനം നിറഞ്ഞു നിന്നു. അവൾക്ക് അവനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ചെക്കൻ്റെ മുറുകിയ മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളും അവളെ അതിൽ നിന്നും തടഞ്ഞു. അവൻ്റെ ഇരു കൈവിരലുകളും ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ എന്നവണ്ണം പരസ്പരം അഴിയുകയും മുറുകുകയും ചെയ്തുകൊണ്ടിരുന്നത് വൈശാഖി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് പല്ല് ഞെരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയുള്ള മഹാദേവൻ്റെ ഇരിപ്പ് കൂടെ കണ്ടപ്പോഴേക്കും വൈശാഖിയുടെ ദേഹം പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ വാക്കുകേട്ട് അവൻ്റെ കൂടെ ഇറങ്ങി വന്നത് കുഴപ്പമായോ എന്ന് പോലും വൈശാഖി ചിന്തിച്ചു തുടങ്ങി. വണ്ടി മുന്നോട്ടേക്ക് കുതിച്ചു. അവളുടെ മനസ്സ് പിന്നിലേക്കും. ഇടയ്ക്കെപ്പോഴോ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് മഹാദേവൻ തുമ്മുന്നത് വൈശാഖി ശ്രദ്ധിച്ചിരുന്നു. വെള്ളം മാറി കുളിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഈ മഴയൊക്കെ നനഞ്ഞ് ബസ് മാറി കയറി വന്നതുകൊണ്ടാവാം. അതൊന്ന് ചോദിക്കുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൾ അതിന് മനഃപൂർവ്വം ശ്രമിച്ചില്ല. വെറുതെ എന്തിനാ കടിക്കുന്ന പട്ടിയുടെ വായിൽ വിരലിട്ട് കുത്തുന്നതെന്ന് അവളും വിചാരിച്ചു കാണും. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ കാണാതെ അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പെണ്ണ്. ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് അവളുടെ ഓട്ടോ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള മുരളിച്ചകളും മിന്നലുകളും റോഡിനെ പകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഇടിയെയും മിന്നലിനെയും പേടിച്ച് ജീവിച്ചവൾക്ക് ഇന്ന് പേടിയൊട്ടും തോന്നിയില്ല. പകരം ധൈര്യമായിരുന്നു. താലി കെട്ടിയവൻ കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യം, തൻ്റെ പ്രണയം കൂടെയുണ്ടെന്നുള്ള ധൈര്യം. അവൻ തന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല. ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടെ തന്നെ ഒരിക്കലും സമീപിച്ചിട്ടില്ല. ചുംബനങ്ങൾ തന്നിട്ടില്ല. എന്തിന്, ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല. എങ്കിലും ആ ഒരുവൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം വൈശാഖിയിലുണ്ടാക്കുന്ന ധൈര്യം ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ അരികിലേക്ക് അവൻ അറിയാതെ മെല്ലെ നിരങ്ങി നീങ്ങിയിരുന്നു വൈശു. അതും ഓട്ടോ കുലുങ്ങിയപ്പോൾ നീങ്ങി വന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പുറത്തേക്ക് നോക്കിയിരുന്ന മഹാദേവൻ അതൊട്ടധികം ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോ മംഗലത്ത് വീടിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ടിട്ടുള്ളത് കാരണം വീടിൻ്റെ മുൻവശത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോ നിന്നതും വൈശാഖി വണ്ടിയിൽ നിന്നും മുറ്റത്തേക്ക് ചാടിയിറങ്ങി. മഹാദേവൻ ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് തൻ്റെ ലഗേജ് ബാഗും എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും വൈശു വീടിൻ്റെ ഉമ്മറപ്പടികൾ കയറിയിരുന്നു. ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്നും വീടിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിയവൻ അവിടെ നിൽക്കുന്നവളെ തെല്ലും ഗൗനിക്കാതെ മുൻവാതിൽ അകത്തേക്ക് തുറന്നു. വൈശാഖി എന്നൊരുവൾ അവിടെ ഇല്ല എന്ന രീതിയിലായിരുന്നു ചെക്കൻ്റെ കാട്ടിക്കൂട്ടലുകൾ. അവളിലത് സങ്കടം ഉണ്ടാക്കിയെങ്കിലും ദേവൻ്റെ പിന്നാലെ അവളും വീടിനുള്ളിലേക്ക് കയറി ചെന്നു. ശേഷം മുൻവാതിൽ അടച്ചുപൂട്ടി. ഹാളിൽ നിന്നും നേരെ സ്വന്തം മുറിയിലേക്ക് പോയവൻ കൊണ്ടുവന്ന ബാഗ് തറയിലേക്ക് വെച്ചു. എന്നിട്ട് ഇട്ടുമാറാനുള്ള തുണിയെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ടു. അത് കണ്ടുകൊണ്ടാണ് വൈശുവും മുറിയിലേക്ക് ചെന്നത്. അവൾക്ക് എങ്ങനെയെങ്കിലും ആ തുണി മാറ്റിയെങ്കിലെന്നായി. ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി കുളിച്ച് ഡ്രസ്സ് മാറി തിരിച്ചു വന്ന വൈശാഖി കാണുന്നത് തുമ്മിക്കൊണ്ട് നിന്ന് തല തുവർത്തുന്ന മഹാദേവനെ ആയിരുന്നു. സർ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പേടിയാണെങ്കിലും വൈശു അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പക്ഷേ മഹാദേവൻ വിളി കേട്ടില്ലെന്നല്ല, അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്നാണ് സത്യം. സർ. കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുന്നവൻ അവളിൽ വീണ്ടും സങ്കടം ഉണ്ടാക്കി. തോർത്തെടുത്തുകൊണ്ടുപോയി കസേരയിൽ വിരിച്ചിട്ടവൻ മെല്ലെ കട്ടിലേക്ക് ഇരിക്കുന്നത് വൈശാഖ് ശ്രദ്ധിച്ചു. അവൾക്ക് കരച്ചിൽ വന്നു. സാറ് വഴക്ക് പറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ അവഗണന ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. സർ, ഞാൻ സന്തോഷിക്കുമല്ലായിരുന്നു സർ. ഇനിയൊരു വാക്കുപോലും മിണ്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് തോന്നിയതും അവൻ്റെ മുൻപിൽ ചെന്ന് മുഖം കുനിച്ചു നിന്നു പെണ്ണ്. മഹാദേവൻ കയ്യിലിരുന്ന ഫോണിലേക്ക് മുഖം പൂഴ്ത്തിയതല്ലാതെ അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലായിരുന്നു. സർ, സത്യം ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ സന്തോഷിക്കുമല്ലായിരുന്നു.
അവൻ്റെ മുറുകിയ മുഖം അവളിൽ പേടിയുണ്ടാക്കിയെങ്കിലും അവൾ വിറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അപ്പോഴും നമ്മുടെ നായകൻ്റെ കണ്ണുകൾ കയ്യിലിരുന്ന ഫോണിൽ നിന്ന് തെല്ല് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറിയില്ല എന്നതാണ് മറ്റൊരു സത്യം. ഞാൻ ധാവണി ഉടുത്തത് മുത്തശ്ശി നിർബന്ധിച്ചത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. സാറിന് ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ മുത്തശ്ശിയോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ. പക്ഷേ ഇവിടെ ആരും സമ്മതിച്ചില്ല സാർ. സാർ ഉടുക്കരുതെന്ന് പറഞ്ഞ ധാവണി ഇനി താൻ ഉടുത്തിട്ടാണോ അവൻ്റെ ദേഷ്യത്തിന് പിന്നിലെ കാരണം എന്നോർത്തിട്ട് വൈശാഖി അങ്ങോട്ടേക്ക് കയറി പറഞ്ഞു. എന്നിട്ടും അവളെ ഒരു വട്ടം പോലും മുഖമുയർത്തി നോക്കാത്തവൻ്റെ ഭാവം അവളുടെ കണ്ണുകളെ നിറയ്ക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവിടെ ഡാൻസ് കളിച്ചത് ബാലുവും ലക്ഷ്മിയമ്മയൊക്കെ നിർബന്ധിച്ചോണ്ടാ സർ. ബാലു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധുവേട്ടൻ വന്ന് ഞങ്ങളുടെ കൂടെ കളിച്ചത് ഞാൻ പിന്നെയാ കണ്ടേ. അല്ലാതെ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചോണ്ടല്ല. ബാലു അങ്ങോട്ട് മാറിയപ്പോഴാണ് സാറ് വന്നത്. വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. തൻ്റെ പേരിലുള്ള സാറിൻ്റെ മുഴുവൻ തെറ്റിദ്ധാരണകളും തീരണമെന്ന് ആ നേരം വൈശാഖി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയിരുന്നു. കാരണം ആ ഒരുവൻ്റെ ദേഷ്യവും മൗനവും ഒക്കെ അവളെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. സർ. എന്നിട്ടും മിണ്ടാതെ ഇരിക്കുന്നവൻ അവളുടെ സർവ്വനിയന്ത്രണങ്ങളെയും ഭേദിക്കാൻ പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇത്തിരി ഒച്ചയെടുത്ത് വിളിച്ചു. സർ, ദേഷ്യപ്പെട്ടാലും സാരമില്ല. ഇനി 2 എണ്ണം തന്നാലും സാരമില്ല. എങ്ങനെയെങ്കിലും സാറിനോട് 2 വാക്ക് മിണ്ടിയാൽ മതിയെന്നായിരുന്നു വൈശാഖിയുടെ അപ്പോഴത്തെ ചിന്ത. അവളുടെ ഒച്ച ഉയർന്നത് കൊണ്ടാവാം ചെക്കൻ പൊടുന്നനെ ഫോണിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കിയത്. മുന്നിൽ നിൽക്കുന്നവരെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ദേവന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ വൈശാഖി 2 അടി പിന്നിലേക്ക് മാറി നിന്നു പോയി. അത്രമേൽ ചുട്ടുപൊള്ളിക്കുന്നത് പോലെയായിരുന്നു മഹാദേവന്റെ നോട്ടം. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് സാറിൻ്റെ കവിളുകൾ പോലും വിറയ്ക്കുന്നുണ്ടോ എന്ന് വൈശാഖിക്ക് അപ്പോൾ തോന്നിപ്പോയി. അത്രമേൽ ദേഷ്യമായിരുന്നു അവനിൽ. സർ. അവളെന്തോ പറയുവാനായി വീണ്ടും വായ തുറന്നതും മഹാദേവൻ വലം കൈ ഉയർത്തി പൊടുന്നനെ അവളെ തടഞ്ഞു. ഇനിയൊന്നും വേണ്ട എന്ന രീതിയിൽ വിങ്ങിക്കൊണ്ട് തലയാട്ടി അനുസരിക്കാൻ മാത്രമേ വൈശാഖിക്കപ്പോൾ സാധിച്ചുള്ളൂ. അവൾക്കപ്പോൾ അവനെ നോക്കാൻ പോലും പേടി തോന്നിപ്പോയി എന്ന് വേണം പറയുവാൻ. അവളെ ഒരു വട്ടം കൂടി തുറച്ചു നോക്കിയിട്ട് മഹാദേവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പക്ഷേ ആ ഒരുവൾ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല അവളോട് ഒരു ദിവസം മുഴുവനും സംസാരിക്കാതെ ഇരുന്നപ്പോൾ ആ ഒരുവൻ എത്രമേൽ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള സത്യം. ഇപ്പോഴീ കാട്ടുന്നൊക്കെയും അവളോടുള്ള ദേഷ്യമല്ല, മറിച്ച് പ്രണയമാണെന്നുള്ള സത്യം. ആ കാണിക്കുന്ന അവഗണനയോ അവളവൻ്റെ മാത്രമുള്ള സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടായതാണെന്നുള്ള സത്യം. അവളോടുള്ള പ്രണയം തുറന്നു പറയുവാൻ ഇനിയും എന്തേ മഹാദേവ നിങ്ങൾക്ക് ഈ താമസം? അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരും. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വൈകിയ ടൈമിലും ഞാൻ ഈ സ്റ്റോറി ഒന്ന് വോയിസ് ചെയ്തിടുന്നത് കേട്ടോ. അതുകൊണ്ട് ഉറക്കം തൂങ്ങിയാണ് ഇതെല്ലാം പറഞ്ഞത്. ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ. പിന്നെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.